അല്ല, നിങ്ങളാരും എന്താ ഫുഡ് കഴിക്കാത്ത? എല്ലാവരുടെയും മുഖം എന്താ വല്ലാതെ? ഒന്നുമില്ലടാ. നിങ്ങളുടെ ഈ നിൽപ്പ് കണ്ടാൽ അറിയില്ലേ, എന്തോ പ്രശ്നമുണ്ട്. എന്താടാ, നീ സത്യം പറയേ. ഒരു കുഴപ്പമില്ല, അത് വിട്. അല്ല, നിന്റെ ടിഫിൻ ബോക്സ് അവിടെ? അത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാ കഴിക്കാം. വാടാ. പാറു, നീ എവിടെയായിരുന്നു? വാ കഴിക്കാം. ജയന്ത ചേച്ചിയും സൗസവും ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോളാം. നിനക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണോ? ആൾക്കാർക്ക് പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പാറു, ആരെന്ത് പറഞ്ഞാലും നീ അതിനൊന്നും ചെവി കൊടുക്കണ്ട. എനിക്കും മോഹനും സൗസനും നിങ്ങളെ നന്നായിട്ട് അറിയാം. അതെ പാറു, ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വാ, ഇവിടെ വന്നിരിക്കേ. വാ വാ കഴിക്ക്. ആളൊഴിഞ്ഞ കെട്ടിടത്തിനകത്ത് അവളും അവനും തനിച്ച്, അതും ഒരു രാത്രി മുഴുവൻ. അവളിട്ടിരിക്കുന്നത് അവൻ്റെ ഷർട്ട്. കൈലാഷിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ രണ്ടിൻ്റെ ശവം വീഴുമായിരുന്നു. ആ കാഴ്ച നേരിട്ട് കണ്ടിട്ടും കൈലാഷിനൊരു പ്രശ്നവുമില്ല. അവർ രണ്ടുപേരും കളങ്കം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത പരിശുദ്ധ ജന്മങ്ങളാണെന്ന് സ്ഥാപിക്കുക അവൻ അവിടെ ചെയ്തത്. അവസാന നിമിഷം പ്ലാൻ ചീറ്റിപ്പോയി. പ്ലാൻ ചീറ്റി പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അരവിന്ദ് സാറേ. ഒരുപാട് അനുഭവങ്ങളില്ലേ നമുക്ക്. കൈലാഷ് സാറിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട അരവിന്ദ് സാറ് ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയതെന്നാ ഞാൻ കരുതിയിരുന്നത്. എവിടെ മെനക്കെട്ടത് വെറുതെ. എന്റെ പ്ലാനിങ്ങിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പ്രിയനെയും പാർവതിയെയും കോഡോണിൽ പൂട്ടിയിടാൻ നമുക്ക് കഴിഞ്ഞില്ലേ? അത് എന്റെ പ്ലാനിങ്ങിന്റെ വിജയമല്ലേ? അവര് മിസ്സിംഗിലാണെന്ന് വരുത്തി തീർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? കൈലാഷിന്റെ മുമ്പിൽ തെറ്റ് ചെയ്തവരെ പോലെ അവരെ നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഇതെല്ലാം എന്റെ പ്ലാനിങ്ങിന്റെ വിജയമല്ലേ? എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത് അരവിന്ദ്? അതുകൂടി പറയൂ. പ്രിയനും പാർവതിയും തമ്മില് തെറ്റായ ബന്ധമുണ്ടെന്ന് കൈലാഷിനെ വിശ്വസിപ്പിക്കാനല്ലേ? അതിന് നമുക്ക് കഴിഞ്ഞോ? കോളേജിൽ പഠിക്കുമ്പോ നിങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? കൈലാഷിന്റെ ക്യാരക്ടർ നിനക്ക് അന്നേ അറിയാമായിരുന്നില്ലേ? ഒരാണും പെണ്ണും അബദ്ധത്തിൽ ഒരിടത്ത് പെട്ടുപോയാ അവര് തെറ്റ് ചെയ്യുമെന്ന് കൈലാഷ് ചിന്തിക്കില്ല. പ്രിയനും പാർവതിയും തെറ്റ് ചെയ്തെന്ന് കൈലാഷിനെ വിശ്വസിപ്പിക്കാൻ അരവിന്ദിനെ കൊണ്ട് കഴിഞ്ഞില്ല. അരവിന്ദിനെ കൊണ്ട് കഴിഞ്ഞില്ലെന്നല്ല പറയേണ്ടത്, അരവിന്ദ് അതിനെ ശ്രമിച്ചു പോലുമില്ല. പകരം കൈലാഷ് പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കല്ലേ ചെയ്തത്. പഠിക്കല് വരെ എത്തിയിട്ട് തല ഉടയ്ക്കാന്ന് കേട്ടിട്ടില്ലേ? ആ പണി അരവിന്ദ് ചെയ്തത്. അന്തം വിട്ട് ഓടി നടന്ന കൈലാഷിന്റെ പുറകെ ഉറക്കം കളഞ്ഞു നടന്നത് വെറുതെ ആയി. ഇപ്പൊ എല്ലാ കുറ്റവും കുറവ് എന്റെ തലയിലായി. എന്റെ പ്ലാൻ A to Z നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കളിക്ക് ഇറങ്ങിയത്. എന്നേക്കാൾ കൂടുതൽ പരിചയമില്ലേ നിങ്ങൾക്ക് കൈലാഷിനെ? എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയില്ലേ കൈലാഷിന്റെ ക്യാരക്ടർ? കൈലാഷിന്റെ മുമ്പിൽ ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ല നീ എന്നോട് പറഞ്ഞോ? ഉഗ്രൻ ഐഡിയ എന്നും പറഞ്ഞു എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് പ്രിയനും പാർവതിയും തെറ്റ് ചെയ്തെന്ന് കൈലാഷിനെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞോ? വിശ്വസിപ്പിക്കാൻ നീ ശ്രമിച്ചോ? വാ തുറന്ന് എന്തെങ്കിലും ഒരു വാക്ക് നീ ചോദിച്ചോ? ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനും കരുണാകരൻ സാറും മാത്രമാ. എന്നിട്ട് കുറ്റം മുഴുവൻ എന്റെ തലയിലിട്ടിട്ട് നീ കൈ എഴുതുന്നു. പാർവതിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ എപ്പോഴും കരുണാകരൻ സാറിനെ കൈലാഷ് ആദ്യം സംശയിക്കുക. പ്രിയനിപ്പം നിനക്ക് ശത്രുവല്ലേ? കൈലാഷിന് വേണമെങ്കിൽ നിന്നെ സംശയിക്കാലോ. പക്ഷെ ഒരു ചെറിയ സംശയം പോലും അവന് തോന്നിയില്ലല്ലോ. അതെ എന്റെ പ്ലാന്റെ വിജയമാ. അവനൊരു സംശയം തോന്നിയില്ലേ?
ഉറപ്പാണോ? ഉറപ്പ് തന്നെയാണ്. അത് അരവിന്ദിന്റെ വിശ്വാസം. ഗോഡൌണിൽ കിടന്ന് അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല. കൈലാഷ് ഗോഡൌണിന്റെ മുന്നിൽ ചെന്നപ്പോ അവിടെ ഒരു തടസ്സവും ഇല്ല. വാതില് പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ല. ആരോ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് ഇത്തിരി ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടില്ലെന്ന് പ്രിയനും പാർവതിയും കൈലാഷിനോട് പറയും. രജിസ്റ്ററിൽ തിരിമറി നടത്തിയത് ആരാണെന്ന് കൈലാഷ് ആലോചിക്കില്ലേ? നടന്നത് ചതിയാണെന്ന് കൈലാഷിന് മനസ്സിലാവില്ലേ? നമ്മളെ കൈലാഷ് സംശയിക്കില്ലേ? അരവിന്ദ് പറയൂ. ഞാൻ ഇനിയും പറഞ്ഞ നമ്മൾ 3 പേരും തമ്മിൽ തെറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഡയലോഗ് അടിക്കാൻ വലിയ മിടുക്ക. ഗുഡ് ഫോർ നത്തിങ് ഫെലോ. പ്ലാൻ മുക്തമായി ചീറ്റിപ്പോയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുക്ത മാഡം. പ്രിയനും പാർവതിയും പരിശുദ്ധരാണെന്ന് കൈലാഷ് സാർ പറഞ്ഞെങ്കിലും സംശയത്തിന്റെ ഒരു തരി അവന്റെ മനസ്സിൽ വീണിട്ടുണ്ട്. ഉചിതമായ സമയം നോക്കി നമ്മൾ അത് വെച്ചൊരു കളി കളിച്ച തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങളെത്തും. അത് വെച്ച് മാഡം ഒരു കളി കളിക്കും. പക്ഷേ ഒരു കാര്യം, പാർവതിയെക്കുറിച്ച് തെറ്റായ ഒരു വാക്കുപോലും മാഡത്തിന്റെ നാവിന്ന് വീഴാൻ പാടില്ല. കുറ്റം ചെയ്തത് മുഴുവൻ പ്രിയൻ. അങ്ങനെ വരുത്തി തീർക്കണം. പിന്നെ കൈലാഷ് മാഡത്തിന് സ്വന്തം. സർ, പാർവതി, പ്രിയന്റെ കൂടെ നിന്നെ ഗോഡൌണിൽ കണ്ടിട്ട് നിന്നോട് ഒന്നും മിണ്ടാതെ ഞാൻ പോവല്ലേ ചെയ്ത. നിനക്കത് വലിയ വിഷമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ കാഴ്ച കണ്ടിട്ട് നിന്നെക്കുറിച്ച് ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും എന്നായിരിക്കില്ലേ നീ കരുതിയിട്ടുണ്ടാവുക. വിചാരണ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ എല്ലാവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കും എന്നായിരിക്കില്ലേ നീ കരുതിയിട്ടുണ്ടാവുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പാർവതി. ഞാൻ നിന്നെ അവിശ്വസിക്കുകയോ വിചാരണ ചെയ്യാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഒരു തരത്തിൽ ചിന്തിച്ച ഇതിനെല്ലാം ഞാനും കൂടി കാരണക്കാരനാ. നിന്നോടുള്ള പ്രണയം ഞാൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരുപാട് ചാൻസസ് ലഭിച്ചിട്ടും നിന്നോടൊന്നും തുറന്നു പറയാതെ ഞാൻ അതെന്റെ മനസ്സിൽ തന്നെ വെച്ചു. ഈ പ്രശ്നത്തിന് അതും ഒരു കാരണമാ. എല്ലാവരുടെ മുന്നിലും ഒന്നും പറയാതെ നീ നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിന്നോട് ദേഷ്യം